ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഡ്രീം ട്രാവലേഴ്സ്. കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വന്നേക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് കുറച്ചൊരു വലിയ ഭാഗ്യമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത്. ഇന്ന് ഞാൻ മാത്രമല്ല പോണത്, ഇന്ന് അമ്മയുണ്ട്, അമ്മയുടെ അനിയത്തിയുണ്ട്, അമ്മയുടെ ഫാമിലി മൊത്തത്തിലാണ് പോണേ കേട്ടോ. ഇന്ന് നമ്മൾ എറണാകുളത്തേക്കാണ് പോണത്. നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട് എറണാകുളത്ത് വെച്ച്. അതിന് വേണ്ടിയാട്ടോ ഈ വലിയ ബാഗൊക്കെ ആയിട്ട് പോണത്. ബാഗിനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ഷോയ്ക്ക് ഒരു ബാഗ് അങ്ങ് കയ്യിലെടുത്തു. ഏകദേശം ഒരു 5:30 ആ സമയത്തൊക്കെ ആട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ചാച്ചനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ മെല്ലെ ഇറങ്ങി മെയിൻ റോഡിലോട്ട് ഇറങ്ങി നിൽക്കും കേട്ടോ. നമുക്ക് പോകാനുള്ള ബസ് ഇപ്പൊ വരും. ഒരു ബസ്സിനാണ് നമ്മളെ ഫാമിലി എല്ലാരും കൂടി പോണത്. അമ്മയുടെ ഫാമിലി അമ്മയുടെ വീട് പുല്ലുരാമ്പാറയാണ്. അപ്പൊ അവിടുന്ന് എല്ലാരും കൂടി ബസ്സിന് ഇങ്ങോട്ട് വരും. നമ്മൾ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകും. ഇതാട്ടോ നമ്മുടെ ബസ്. പരിശുദ്ധാത്മാനുസ്തുതി. ഇങ്ങനെ കുരിശുവര, ഭക്തിഗാനം, DJ എല്ലാം കഴിഞ്ഞു. നമ്മൾ രണ്ട് ഫാമിലി എവിടെ പോവുകയാണെങ്കിലും വണ്ടി കയറി കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് പ്രാർത്ഥിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നെ വണ്ടി കണ്ടിന്യൂ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാനൊരു വട കഴിച്ചു. വട കഴിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് വണ്ടി കയറി. ഞാൻ സ്ഥലം ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ വണ്ടി കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. വണ്ടി അത് ഇനി അറിയാലോ, നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ ഭൂമി കുലുങ്ങിയാൽ പോലും നമ്മൾ എണീക്കാത്ത ഒരു ആളാണ് ഞാൻ ഇങ്ങനെ ഉറങ്ങുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഞാൻ മാക്സിമം ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഞാൻ ബസ് ഒഴിവാക്കി ട്രെയിനിനെ പോകാറുള്ളൂ. കാരണം എനിക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. എനിക്ക് ബസ്സിൽ കയറിയാൽ ഞാൻ അപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിന് അവിടെ മുതൽ ഇവിടം വരെ ഒരു കിണ്ടിലും മുട്ടായി തിന്നിട്ടാ വന്നേ കേട്ടോ. എനിക്ക് പിന്നെ ഓവർ സൗണ്ട് വരുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് എനിക്ക്. അതുകൊണ്ട് ഒരു നാരങ്ങ, ഒരു 10-100 മുട്ടായി ഇതെല്ലാം കൈ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പോണത് ആലുവയിലോട്ടാട്ടോ. ആലുവയിൽ എന്തിനാ പോകുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ അല്ലെ. ഇന്ന് അമ്മയുടെ മൂത്ത ജ്യേഷ്ഠന്റെ മോളുടെ കല്യാണമാണ്, അതായത് കസിന്റെ. നമ്മളൊരു 11:45 12 മണി ആയപ്പോ ആലുവയിൽ എത്തിയിട്ടോ. വൈകുന്നേരമാണ് കല്യാണം, ഫങ്ഷൻസ്, ചടങ്ങുകളെല്ലാം 3:30 പള്ളിയില്. അപ്പൊ നമുക്ക് ആലുവയിലാണ് റൂം പറഞ്ഞേക്കുന്നത്. നമ്മൾ കുറച്ചൊന്ന് റൂം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയായിരുന്നു. എന്നാലും ലാസ്റ്റ് നമുക്ക് നമ്മുടെ റൂമിലേക്ക് എത്താൻ പറ്റി. ഞാൻ ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷം കേട്ടോ ആലുവയിലേക്ക് ഇപ്പൊ വന്നേക്കുന്നത്. ഞാനിവിടെ ഇവിടെ വർക്ക് ചെയ്തത് ഞാൻ ആലുവയിൽ, അവിടെ കിഴക്കമ്പലത്താട്ടോ. ഒരു 7 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തോടു കൂടി ഞാൻ ജോലിയെല്ലാം ഉപേക്ഷിച്ച് സ്റ്റഡിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോന്ന കേട്ടോ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ ആലുവയിൽ നേരത്തെ എത്തിയത് കൊണ്ട് എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടി. നമ്മുടെ പള്ളിയിലെ ചടങ്ങെല്ലാം 3:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനും അത്രയും ലോങ് ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനൊക്കെ ഒത്തിരി സമയമുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ കൊണ്ട് വരുന്ന കാണുമ്പോഴേ ആന്റിമാരെല്ലാം പറയുന്നത് എന്നാന്നറിയോ, നാളത്തെ നമ്മുടെ കണ്ടന്റ്, അവളുടെ കണ്ടന്റാ നമ്മളെ ആ കണ്ടന്റാ കേൾക്കുന്നത് എന്ന് പറഞ്ഞാട്ടോ എല്ലാരും ചിരിക്കുന്നത്. കൂടെയുള്ള കുറച്ച് ധൈര്യശാലികൾക്കൊക്കെ ലിഫ്റ്റ് കയറാൻ പേടിയായതുകൊണ്ട് നമ്മൾ മെല്ലെ സ്റ്റെപ്പിൽ പിച്ച വെച്ച് കയറുക കേട്ടോ. ആർക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തൊന്നുമില്ല, എന്നാലും ലിഫ്റ്റ് കയറാനുള്ള പേടി കൊണ്ട് എല്ലാരും മെല്ലെ പിച്ച വെച്ച് നടന്നു കയറുക. ഇത്രയും സ്റ്റെപ്പ് കയറിയോണ്ടുള്ള വേദനകളെ കുറിച്ചാട്ടോ അവർ ഈ പറഞ്ഞ് ചിരിച്ച് കയറിക്കൊണ്ട് പോണത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റൂമൊക്കെ കണ്ടുപിടിച്ച് റൂമിലെത്തി കേട്ടോ. ഒത്തിരി സമയം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അമ്മേനോടും കിട്ടിയനോടൊക്കെ വിളിച്ച് പറഞ്ഞ്, അനിയനുണ്ട് ഇവിടെ, എൻ്റെ ഒരു അനിയനുണ്ട് കിഴക്കമ്പലത്ത്. അനിയനും ഫാമിലി ഉണ്ട്. അനിയനൊരു കുഞ്ഞുവാവയുണ്ടായി. കുഞ്ഞുവാവിനെ കാണാൻ ഞാൻ ഇതുവരെ പോയില്ലായിരുന്നു. അപ്പൊ കുഞ്ഞുവാവിനെ കാണാൻ പോവാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അവനെ വിളിച്ച് അവൻ വന്ന് ഞങ്ങളങ്ങനെ പകുതി എത്തിയപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. വേഗം വരണം, എല്ലാരും ഒരുങ്ങി നിൽക്കുക, ഇവിടുന്ന് പള്ളിയിലോട്ട്, ആലുവയാണല്ലോ നമ്മുടെ റൂം,
അപ്പൊ ആലുവയിൽ പള്ളിയിലോട്ട് കുറേ ദൂരം പോവാണ്ട്. ഓൾറെഡി ഫുഡൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് വീണ്ടും ഞാൻ പോയി റൂമിലെത്തി. അപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായിരുന്നു. ഞാൻ സാരിയായിരുന്നു ഉടുക്കാൻ ഉദ്ദേശിച്ചത്. സാരി ഉടുത്തതൊന്നും റെഡിയായില്ല. ധൃതി പിടിച്ച് കൊടുത്തോണ്ട് അവിടെ ഇവിടെയൊക്കെ വീണുപോയി. ലാസ്റ്റ് അതൊക്കെ പൊന്തിച്ച് പിടിച്ച് എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ കരയാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. പിന്നെ പള്ളിയിൽ ചെന്നപ്പോഴത്തേക്കും ഓടി ചെന്ന് പള്ളിയുടെ ബാത്റൂമിൽ പോയി സാരി മാറ്റി ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് തന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടിയത്. മുണ്ടിയിലെ 8 ഏക്കർ പള്ളി വെച്ചായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. നേരത്തെ അനിയൻ എന്നെ കൂട്ടാൻ വന്നപ്പോൾ ഞങ്ങൾ ഈ പള്ളിയും കഴിഞ്ഞ് അപ്പുറം ചെന്നായിരുന്നു കേട്ടോ. എന്നിട്ടാണ് തിരിച്ചു വന്നത്, വീണ്ടും വന്നത്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചൊരു ആശ്വാസമായി. ഇപ്പൊ ചേച്ചി അനിയത്തിമാരെല്ലാരും കൂടി ഒരു കുടുംബശ്രീയിലാണ്. അപ്പത്തേക്കും ചെക്കനും പെണ്ണും വന്ന്. സാരി ഉടുത്തത് റെഡിയാവാഞ്ഞപ്പോ എന്റെ കാറ്റെല്ലാം പോയായിരുന്നു. പിന്നെ സാരി മാറി തിരിച്ച് വന്ന വേഷത്തിൽ തന്നെ കയറിയപ്പോഴാണ് പോയ കാറ്റ് തിരിച്ചു വന്നത്. എല്ലാവരും ചെക്കനെയും പെണ്ണിനെയും സ്വീകരിച്ച് പള്ളീന്റെ ഉള്ളിൽ കയറ്റാനുള്ള തിരക്കിലാട്ടോ. നമ്മൾ ആദ്യമായിട്ട് വരുന്ന പള്ളിയിൽ നമ്മളൊരു 3 നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം എന്നാട്ടോ. ഞാൻ കുറച്ചു നേരം പള്ളീന്റെ ഉള്ളിലിരുന്നു. ഒരു 100 തവണയെങ്കിലും ഈ പള്ളിയുടെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഈ പള്ളിയിൽ കയറുന്നതും പള്ളീന്റെ ഉൾഭാഗം കാണുന്നതും. അങ്ങനെ ചെക്കനും പെണ്ണും പള്ളീന്റെ ഉള്ളിലോട്ട് കയറി. ഫസ്റ്റ് ടൈം ആട്ടോ എറണാകുളം സൈഡിലുള്ള ചർച്ച് മാരേജ് കാണുന്നത്. നമുക്ക് ചർച്ചിലെ ചടങ്ങുകൾ കാണാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ധന്യ, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മതം കൂടാതെ പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും നിങ്ങൾ സന്നദ്ധരാണ്. വിവാഹം പണി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലുതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ നോക്കി. ഈ നിമിഷം മുതൽ മരണമേ വേർപെടുത്തുന്നവരെ സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും സമ്പത്തിലും ദൈർഘ്യത്തിലും ആരോഗ്യത്തിലും അനാഥത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിച്ചോളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവമേ സാന്ത്വനത്തിനുണ്ടായി ഞാൻ സ്നാനാവസരത്തിൽ പ്രസാദമായ വഴി ക്രിസ്തുവിന്റെ വസ്ത്രമായി ദമ്പതികൾ ക്രിസ്തു സഭയിൽ തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതികൂലപരമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു. എനിക്ക് ഞങ്ങളോട് സ്നേഹത്തെയും വിശ്വസ്തതയും അയാളുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു. അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു.
അങ്ങനെ ഓൾമോസ്റ്റ് പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ ആശീർവാദമൊക്കെ കിട്ടി. നമ്മൾ പിന്നെ ഫോട്ടോഷൂട്ടിലേക്ക് കടന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ സൈഡിലെ മാരേജ് കാണുന്നത്. ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മലബാർ സൈഡിലോട്ടൊക്കെ ഒരു 2 hour ഒക്കെ ഉള്ള നല്ല ലെങ്തി ഉള്ള മാരേജ് കുർബാനയാട്ടോ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി. ഇവരുടെ മാരേജ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മാരേജ് ഓർമ്മ വന്നു കേട്ടോ. ആ പള്ളിയിലെ ആ നിമിഷങ്ങളും അപ്പത്തെയുള്ള ആ ടെൻഷനുകളും എല്ലാം എനിക്ക് ഓർമ്മ വന്നു. പിന്നെ അവർ പുറത്തോട്ട് ഇറങ്ങി അവരെ മാലയിട്ട് സ്വീകരിച്ച് ഇനി നമ്മൾ ചെക്കൻ്റെ വീട്ടിലോട്ടാട്ടോ പോണത്. അതും പള്ളിയിൽ നിന്ന് ഒരു കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ പെണ്ണിനെ വീട്ടിൽ കയറ്റി മന്ത്രകോടി മാറി കഴിഞ്ഞിട്ടാട്ടോ റിസപ്ഷൻ ഫംഗ്ഷനിലോട്ട് പോണത്. അവിടെ ചായ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചായ സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അപ്പത്തേക്ക് അവരുടെ വീട്ടിലോട്ട് കയറുന്ന ഫോട്ടോഷൂട്ടും വേറെ ബാക്കിയുള്ള ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ഇതാണ് ചെക്കൻ്റെ വീട്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പെണ്ണിന് മന്ത്രകോടിയൊക്കെ മാറ്റി നമ്മൾ റിസപ്ഷൻ ഹാളിലോട്ട് പോവുക. കിഴക്കമ്പലത്താട്ടോ റിസപ്ഷൻ ഹാള്. പെണ്ണൊന്നും പറയില്ലാതെ അവർ പേര് പറഞ്ഞില്ലല്ലോ അല്ലെ. ചെക്കൻ്റെ പേര് റിൻസോ, പെണ്ണിന്റെ പേര് ധന്യ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നമ്മൾ ഹാളിന്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ നമ്മൾ കസാര കിട്ടാനുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ കസാരയൊക്കെ കിട്ടിയിരുന്ന് ഹാളൊക്കെ അതിമനോഹരമായിരുന്നു. മണ്ഡപമൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ നമ്മുടെ ചെക്കനും പെണ്ണും ഹാളിലേക്ക് കേട്ടിങ്, മധുരം കൊടുക്കല്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കല്യാണ ദിവസത്തെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവിറക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡിലോട്ട് ചാടി. വിശപ്പിന്റെ അതീവ കാഠിന്യം കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വാരി വലിച്ചു നിന്നു. അങ്ങനെ ഫുഡോട് കൂടി നമ്മൾ നമ്മുടെ കല്യാണ വിശേഷം അവസാനിപ്പിച്ചു. നേരത്തെ നമുക്ക് നമ്മുടെ അനിയന്റെ കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ഞാൻ വീട്ടിലോട്ട് പോയില്ല. അനിയന്റെ വീട്ടിലോട്ടാണ് പോയത്. അങ്ങനെ അനിയനും നാത്തൂനും കൂടെ എന്നെ കൂട്ടാൻ വന്ന്. അങ്ങനെ അമ്മയ്ക്കും കൂടെ ഉള്ളവർക്കും ടാറ്റാ ബൈബിയൊക്കെ വീണ്ടും പറഞ്ഞ് ഞാൻ വീണ്ടും അനിയന്റെ കൂടെ നാത്തൂന്റെയും കൂടെ പോന്നു. ഇത് കിഴക്കമ്പലത്തെ പുതിയ പള്ളിയാട്ടോ. ആ സൈഡിലുള്ള കിഴക്കമ്പലത്തെ പഴയ പള്ളിയാണ്. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരാൻ നേരം ഈ പള്ളി പൊളിച്ച് പണി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം നല്ല മനോഹരമായിട്ടുള്ള വലിയ പള്ളിയാക്കി. പള്ളിയുടെ ഉള്ളിൽ കുറെ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഗാനമേള ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ചു നേരം കണ്ടു. പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. കുഞ്ഞിനെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പോയതുകൊണ്ട് അത് വീട്ടിൽ ചെന്നത് മുതൽ അവനെ കയ്യിലെടുത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ പോരാൻ നേരമാണ് ഇപ്പം താഴെ ഇറക്കിയത്. വേറെ ആർക്കും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി, എടുത്തതുമില്ല. പിന്നെ പിറ്റേ ദിവസം അനിയനും നാത്തൂനും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ട്രെയിൻ കയറി. അങ്ങനെ നമ്മുടെ എറണാകുളം യാത്ര നമ്മൾ കോഴിക്കോട് തിരിച്ചെത്തി അവസാനിപ്പിച്ചു. കുറെ സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതൊക്കെയായിരുന്നു ഈ എറണാകുളം യാത്ര. എന്നാലും മനോഹരമായിരുന്നു. എനിക്ക് ചെറുതായിട്ട് ജലദോഷമുണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വോയിസിലും വീഡിയോസിലൊക്കെ ഉണ്ടാവാം. അതെല്ലാം നിങ്ങൾ ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊരാളായി കണ്ട് സപ്പോർട്ട് ചെയ്യാം. രാത്രി ഒരു 8:30 കൂടെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇതാണ് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.